ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. സോ ഗായ്സ് ഒരു ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബീച്ചിൽ കയറിയാന്ന് ആലോചിച്ചു. അങ്ങനെ നേരെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് ഷൺമുഖം എന്ന് പറഞ്ഞ ബീച്ചുണ്ട് മോനെ. അടിപൊളി ബീച്ച് തന്നെയാണ്. അതിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ അവിടെയുള്ള ഒരു പാർക്ക് പോലത്തെ സംഭവമാണ്. അവിടെ കാണുന്ന കാഴ്ചപ്പാട് ഹെലികോപ്റ്ററൊക്കെ ഡെമോ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. കിടിലം വൈബുള്ള ഒരു പാർക്ക് തന്നെയാണ്. ഇതിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ബീച്ചും കാണാൻ പറ്റും. ബീച്ച് ഒരു രക്ഷയില്ലാത്ത കിടിലം വൈബ് തന്നെ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ബീച്ചിൽ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയുണ്ട്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇറങ്ങാം. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അവിടെ ലൈഫ് ഗാർഡൊക്കെ ഇഷ്ടം പോലും ഉണ്ട്. പിന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ കാഴ്ചപ്പാടൊക്കെ കണ്ടു ഗൈസ്. കിടിലം തന്നെയാണ്. നമ്മൾ കാറെടുത്ത് നേരെ വന്ന് ബീച്ചിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് തന്നെ പാർക്ക് ചെയ്തു. ഇത് ചാർജബിളാണ് വരുന്നത് ഗൈസ്, ഫ്രീ അല്ല പാർക്കിംഗ്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇതല്ലാതെ ഷൺകുമം ബീച്ച് എഴുതിയിരിക്കുന്ന ബോർഡുണ്ട്. അതിൻ്റെ അവിടെ റൈറ്റ് സൈഡിലും പാർക്കിംഗ് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ബട്ട് ഈ ഒരു പാർക്കിങ്ങിൻ്റെ വൈബ് കടലിൻ്റെ മോനെ വേറെ ലെവൽ തന്നെയാണ്. അതും കാണിച്ചു തരാം. ലക്ഷ്മിയുടെ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ ബീച്ചിലേക്ക് എയർപോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഒരു പ്രതിമ ഉണ്ട്. ലക്ഷ്മിയുടെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വഴിയാണ് നമ്മൾ ഷൺകുമം ബീച്ചിലേക്ക് എൻ്റർ ആവുന്നത്. പാർക്കിംഗ് ഈ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സും കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ. ബീച്ചിൻ്റെ വൈബൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് അതിപ്പോൾ ഓപ്പൺ അല്ല. വൈകുന്നേരമാണ് മേ ബി ഓപ്പൺ ആവുന്നത്. ഞാൻ വന്നത് ഏകദേശം ഒരു 12:30 മണിയായിരുന്നു. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലേക്ക് പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവർ കുതിരയെ കണ്ട്. അങ്ങനെ നേരെ കുതിരയെ പോയി ഒന്ന് കണ്ടാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാലോ ഒന്ന് കെട്ടിയിട്ടൊക്കെ. ഇതിന് റൈഡൊക്കെ ചെയ്യാം. ഈവനിങ് ടൈമിലാണെന്ന് തോന്നുന്നു. മേ ബി ആളോട് ചോദിച്ചപ്പോൾ ഈവനിങ് ടൈമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബീച്ചിലേക്ക് നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റും. സോ പാർക്കിംഗ് കണ്ടില്ലേ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ബസ്സോ കാറോ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ഇവിടെ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ. വലിയ റേറ്റൊന്നും ഇല്ല, ചെറിയ റേറ്റുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് ഇലക്ട്രിക് വണ്ടിക്കൊക്കെ ചാർജിങ് ചെയ്യാൻ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ചിൽ. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ചാർജിങ് എക്സ്ട്രാ ആണ് വരുന്നത്. സോ നമ്മളിവിടെ സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ട്. ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് നമുക്ക് അറിഞ്ഞാലോ. വലിയ റേറ്റൊന്നുമില്ല. സ്പേസ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അതിൻ്റെ തൊട്ടടുത്തും ഒരു ചെറിയൊരു വീട് പോലത്തെ ഉണ്ട്. അതും കിടിലം വൈബുള്ള സ്ഥലം തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത. അത് നമുക്ക് കണ്ടുനോക്കാം. ആദ്യം നമ്മൾ കാറിന് 20, ബസ്സിന് 120 രൂപ. താങ്ക് യു കേട്ടോ. ഇപ്പം ഞാൻ ഒരു വീട് പോലെ സംഭവം എന്ന് പറഞ്ഞില്ല. ഇതാണ് ആ കാണുന്നത് ഫിഷിംഗ് സ്പാ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഗൈസ് ഇതൊരു കിടിലം വൈബുള്ള സ്ഥലം തന്നെയാണ്. കണ്ടു നോക്കുക. കാഴ്ചപ്പാടൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇവിടെ ഇരിക്കുകയും ചെയ്യാം, നമുക്ക് വന്ന് കുറച്ച് നേരം റിലാക്സും ചെയ്യാം. നല്ല നാച്ചുറൽ കാഴ്ചപ്പാടൊക്കെയാണ്. അടിപൊളി വൈബ് തന്നെയാണ്. ഒരേ സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്.
ഷൺമുഖം ബീച്ചിൻ്റെ വാക്ക് വേ കൂടി നമ്മൾ നടന്നു പോവാണ്. വൈബൊക്കെ മോനെ നിങ്ങൾ കണ്ടു കിടിലം തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കുറേ കിച്ചൺസ്, കുറേ ഷോപ്സും കാര്യങ്ങളും ഇവിടെ ഓപ്പൺ ആവാനുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയും രാമേശ്വർ കഫേ ഉണ്ട്, ഓപ്പൺ ആയിട്ടില്ല, അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ ഗൈസ് കിടിലം വ്യൂ തന്നെയാണ്. ബീച്ചൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ഗൈസ് ഇവിടെ നിങ്ങൾ വലിച്ചു വാരി ഒന്നും രാമേശ്വരം കഫേ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് രാമേശ്വരം കഫേ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സോ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൻ്റെ വ്യൂ വൈബ് മോനെ വേറെ ലെവൽ വൈബ് തന്നെയാണ്, മാരക വൈബ്. സോ ഷൺമുഖം ബീച്ചിലേക്ക് വരുമ്പം ഈ പാർക്കിലൊന്ന് കയറിയിട്ടേക്കേ പോവാവുള്ളൂ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലും പാർക്ക് തന്നെയാണ്. ഇത് നമ്മൾ ഷൺമുഖം ബീച്ചിൻ്റെ കാഴ്ചപ്പാടാണ്. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ലാരി പോലത്തെ കടകളുണ്ട്. ഇത് ഈവനിങ് ടൈമിലാണ് ഓപ്പൺ ആവുന്നത്. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മോനെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. കിടിലം വൈബ് തന്നെ. ബീച്ചൊക്കെ നല്ല അടിപൊളി. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കരയൊക്കെ മുകളിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആരെയും ഇറങ്ങാൻ സമ്മതിക്കാറില്ല ഇവിടെ ഇങ്ങോട്ടേക്ക്, ബിക്കോസ് സേഫ് അല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ സേഫ് ഗാർഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സോ ബീച്ചിൻ്റെ കാഴ്ചപ്പാട് കണ്ടില്ലേ, അടിപൊളിയാണ്, കിടിലം ബീച്ച്. സോ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഈ ബീച്ചിൽ എന്തായാലും കയറിയിട്ടേ പോവുള്ളൂ. ഷൺമുഖം ബീച്ച് കിടിലം വൈബ് തന്നെയാണ്, അടിപൊളി വ്യൂ. ഗാർഡൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. ഇങ്ങോട്ട് പോകാൻ ലെഫ്റ്റ് എല്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നത്. വെള്ളം കണ്ടില്ലേ, ഇവിടെ മുകളിൽ വരെ വരുന്നുണ്ട്. അത് നല്ല ഫാസ്റ്റാണ്. അടിപൊളി വഴി കണ്ടത് പോലെ. ഇതാണ് ഗൈസ് രാമേശ്വരം കഫേ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടില്ലേ, അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മേ ബി ഗൈസ് അങ്ങനെ കിടിലം ട്രിവാൻഡ്രത്ത് ഒരു അടിപൊളി ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഫ്രണ്ടിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നു ട്രിവാൻഡ്രം, ആൾ മുംബൈയിലേക്ക് പോവാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ബീച്ച് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ നേരെ എയർപോർട്ടാണ്. എയർപോർട്ടിന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ ഈ ബീച്ച്. മേനെ കാർ കണ്ടില്ലേ, നമ്മളെ കിടക്കുന്ന കിടപ്പ്, വ്യൂ വേറെ ലെവൽ വൈബ് തന്നെയാണ്. സോ ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്, 20 റുപ്പീസാണ് ആ കാറിന് പാർക്കിംഗ് ചാർജ് അവർ എടുക്കുന്നത്. സോ മോനെ കിടിലം പാർക്കിംഗ് കിട്ടി. വ്യൂ ഒക്കെ വേറെ ലെവൽ തന്നെ. പാർക്കിംഗ് ഫീ 20 അല്ലേ? വണ്ടിയൊക്കെ GP അല്ല, ക്യാഷ് തന്നെ. GP അല്ല, ക്യാഷ് തന്നെ. പാർക്കിംഗ് അങ്ങനെ എത്ര മണിക്കൂർ അങ്ങനെ എല്ലാം ഉണ്ടോ? ഒരു ദിവസത്തേക്ക്. നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഷൺമുഖം ബീച്ചിൽ ഏകദേശം 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമുക്ക് 24 hours വേണമെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ്. എയർപോർട്ടിൽ ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ്